മോഹിനിയാട്ടത്തിലെ ചില ചരിത്രവശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് മോഹിനിമാരുടെ ആട്ടമായിട്ട് കാണുന്ന ചില പുരോഗമന ചിന്താഗതിക്കാർ എന്ന് വിളിക്കുകയും, എന്നാൽ എന്താ പറയുക, പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു കലാരൂപത്തെ സ്ത്രീ ശരീരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൂട്ടുന്ന രീതിയിലുള്ള ആശയങ്ങൾ സമൂഹത്തിലേക്ക്, തെറ്റായ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടു കഴിയുന്നത്. ഞങ്ങൾ ഡാൻസ് പഠിച്ചാൽ പിന്നെ നന്നായിരിക്കുമോ, കറുത്തവരായതുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ കുട്ടികളിൽ ഒരു വിഷാംശം പോലെ വന്നു ചേർന്നിട്ടുണ്ടെന്നാണ് ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് കിട്ടുന്ന ചെറിയ വരുമാനങ്ങൾ, ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കഴുകുക, അല്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പിൽ അങ്ങനെ തേങ്ങ പറക്കാൻ പോവുക, അങ്ങനെ ചെറിയ നമ്മളെ കൊണ്ട് കുട്ടികളെ കൊണ്ടാവുന്ന ചെറിയ പണികൾ ചെയ്ത് ചെറിയ വരുമാനങ്ങൾ കിട്ടുന്നത് നമ്മളിങ്ങനെ കാശ് കൊടുക്കലൊക്കെ കൂട്ടി വെച്ച് അങ്ങനെയാണ് നമ്മൾ ഒരു ഗുരുനാഥനെ കണ്ടെത്തി, സ്വയം അച്ഛനോ അമ്മയോ ആരും ഉണ്ടാക്കിയതില്ല, നമ്മൾ സ്വയം ഗുരുവിനെ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്തു. ആർട്ട് ഒരു വിഷയമായിട്ട് എടുക്കണോ, നിനക്ക് വിദേശത്തേക്കൊക്കെ പോയി ജോലി ചെയ്ത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാം, നല്ലൊരു ജോലി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകനും മോഹിനിയാട്ടം അധ്യാപകനുമായിട്ടുള്ള ശ്രീ RLV രാമകൃഷ്ണൻ സാറാണ്. എത്രയും ബഹുമാനത്തോടു കൂടി തന്നെ സാറിനെ വെൽക്കം ചെയ്യുകയാണ്. നമസ്കാരം സാർ. സാറിന്റെ ഒരു കലാജീവിതത്തെ പറ്റി തന്നെ പറയുമ്പോൾ മണിച്ചേട്ടനാണെങ്കിലും സാറാണെങ്കിലും ചെറുപ്പ കാലഘട്ടം തന്നെ ഒരു കലയോടുള്ള താല്പര്യം വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടും പ്രതിസന്ധി ഉണ്ടായിരുന്നു. എങ്കിലും മാതാപിതാക്കൾ ഒപ്പം നിന്നോ? ആ ഒരു കാലഘട്ടത്തിലെ ഒരു യാത്ര എങ്ങനെയായിരുന്നു? കല എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു ഇൻബോണായിട്ട് നമുക്ക് ഉണ്ടാവുന്നൊരു സംഭവമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനമ്മമാർ കുട്ടികളെ നിർബന്ധിതമായി പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട കല, നമുക്ക് എന്താ പറയുക, ജന്മസിദ്ധമായി കിട്ടുന്ന ഒന്ന് ഇൻബോണായിട്ട് കിട്ടി അതിലൂടെ പ്രവർത്തിച്ച് മുന്നേറാനാണ് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പഠനങ്ങൾക്കപ്പുറം കലാമേഖലയിൽ തങ്ങളുടെ ആ കഴിവിനനുസരിച്ച് നീങ്ങാനായിരുന്നു താല്പര്യം. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും അതർ ആക്ടിവിറ്റീസിനാണ് കൂടുതൽ താല്പര്യം ഞങ്ങൾ കൊടുത്തിരുന്നത്. പഠനം എന്നുള്ളത് ഒരുപക്ഷെ സെക്കൻഡറി തന്നെ വേണമെങ്കിൽ പറയാം. അവിടുത്തെ കലോത്സവങ്ങളും വാർഷികാഘോഷങ്ങളും അല്ലെങ്കിൽ കലാപരമായിട്ട് എന്ത് പഠനങ്ങളും മറ്റു കാര്യങ്ങളും അതിലാണ് കൂടുതൽ ശ്രദ്ധ. അപ്പം അത് ഒരു ജന്മസിദ്ധമായി കിട്ടിയിട്ടൊരു കഴിവിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റേഡിയോയിൽ നിന്നും അലക്ഷ്യമായി കേൾക്കുന്നത് ഈ പാട്ടുകൾക്കനുസരിച്ചിട്ട് നമ്മൾ നൃത്തം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതിനൊരു പഠനക്രമത്തിലൊന്നുമല്ല, നമുക്ക് തോന്നുന്നത് എന്തോ അത് താളക്രമത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു താളബോധം, ഒരു നൃത്തബോധം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. മണിച്ചേട്ടൻ അത് മിമിക്രിയും നാടൻ പാട്ടുകളൊക്കെ ആയപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ പാതയിലൂടെ പോയി, ഞാനും നൃത്തത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും അറിയാം, നമുക്കന്ന് കൂലിപ്പണിക്ക് പോകുന്ന അവർ ഒരേ ഇടങ്ങളിൽ പണിക്ക് പോകുന്നവരായിരുന്നു. കൃഷിയും മറ്റു കാര്യങ്ങളും മറ്റിടങ്ങളിൽ പണിക്ക് പോവുകയും കുടുംബം നോക്കുന്നതിന് വേണ്ടി യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കലയുമായി നമ്മൾ കല പഠിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മിമിക്രി ഒരു പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ജന്മസിദ്ധമായിട്ട് തന്നെ ഉള്ളിലുണ്ടാവുന്ന ഒരു വസ്തുതയാണത്. അപ്പോൾ ആളതിൽ കഴിവ് തെളിയിച്ച് അങ്ങനെ ഓരോ വേദികളിലൂടെ വന്ന് സംസ്ഥാന കലോത്സവത്തിൽ മോണാക്റ്റിൽ മിമിക്രിയിലൊക്കെ സമ്മാനങ്ങൾ നേടി, പിന്നെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ ക്ലബ്ബുകളിലും മറ്റു വേദികളിൽ കയറി അവസരം ചോദിച്ച് കയറി. അങ്ങനെയാണ് പിന്നെ കലാഭവൻ പീറ്റർ എന്ന് പറയുന്ന ഗായകനെ കാണുകയും കലാഭവൻ ട്രൂപ്പിലേക്ക് മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ആദ്യം ഗാനമേളകൾക്കിടയിലുള്ള ഒരു മിമിക്രി അവതരണത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പിന്നീട് അത് മിമിക്സ് ട്രൂപ്പിലേക്ക് പോയി, പിന്നെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് പരിപാടികൾക്ക് പോയി. അതിനുശേഷം സിനിമാ മേഖലയിലേക്ക് വരുന്നു, സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസിക്കൽ കലയായതുകൊണ്ട് എനിക്ക് പഠിക്കാണ്ട് പറ്റില്ല. അപ്പോൾ എനിക്കത് ഇങ്ങനെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ചാലക്കുടിക്കാരനായിട്ടുള്ള RLV ആനന്ദ് എന്ന് പറഞ്ഞ ഗുരുനാഥൻ്റെ കീഴിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കേണ്ട ചടങ്ങുകളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നമുക്ക് കിട്ടുന്ന ചെറിയ വരുമാനങ്ങൾ, ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കഴുകുക, അല്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പിൽ അങ്ങനെ തേങ്ങ പറക്കാൻ പോവുക, അങ്ങനെ ചെറിയ നമ്മളെ കൊണ്ട് കുട്ടികളെ കൊണ്ടാവുന്ന
ചെറിയ ചെറിയ പണികൾ ചെയ്ത് ചെറിയ വരുമാനങ്ങൾ കിട്ടുന്നത് നമ്മളിങ്ങനെ കാശ് കുടുക്കയിലൊക്കെ കൂട്ടി വെച്ച് അങ്ങനെയാണ് നമ്മൾ ഒരു ഗുരുനാഥനെ കണ്ടെത്തി സ്വയം, അച്ഛനോ അമ്മയോ ആരും ഉണ്ടാക്കിയതില്ല, നമ്മൾ സ്വയം ഗുരുവിനെ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്തു. അത് 5ാം ക്ലാസ് മുതലാണ് നൃത്ത പഠനം ആരംഭിച്ചത്, പ്രധാനമായിട്ടും ക്ലാസിക്കൽ പഠനം ആരംഭിച്ചത്. അതിന് മുന്നേ LP വിഭാഗത്തിലൊക്കെ നമ്മൾ LP സെക്ഷനിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ ഡാൻസ് മറ്റു കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത് വാച്ച് ചെയ്തിട്ട് അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മളത് ഇങ്ങനെ അറിയില്ല, പാട്ടൊന്നും അറിയില്ല, ആ ടീച്ചർ കാണിച്ച സ്റ്റെപ്പ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് പുറത്ത് ജനാലിൽ നിന്ന് നോക്കി, നമ്മൾ ക്ലാസ് റൂമിലൊന്നും കയറാൻ പറ്റില്ല, നോക്കി നിന്ന് പഠിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇഷ്ടം കൂടിയത്. പിന്നെ പഠിക്കാൻ പോയി തുടങ്ങി. 10ാം ക്ലാസ് വരെ ഇങ്ങനെ പഠിക്കണ്ടായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിലായപ്പോൾ ടീച്ചേഴ്സിന് അറിയാം, സ്കൂളിലെ ടീച്ചേഴ്സിന് എനിക്ക് ഡാൻസിന് ഭയങ്കര ഭ്രമാന്നുള്ളത് കൊണ്ട് ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ആഗ്രഹപ്രകാരമാണ്. അപ്പം നമുക്കതൊന്നും അരങ്ങേറ്റം എന്നൊന്ന് സാധനം നടത്താനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ ഒക്കെ ആഗ്രഹവും ഇഷ്ടവും പ്രകാരം ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ, എനിക്കൊന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏകദേശം 92-93 കാലഘട്ടങ്ങളിലാണ് ആദ്യമായി ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിലാണ് ആദ്യമായി നൃത്തം ഭരതനാട്യം ചെയ്യുന്നത് തന്നെ. ആദ്യമായിട്ട് ഭരതനാട്യമാണ് പഠിച്ചത്. അങ്ങനെയാണ് ആദ്യമായിട്ട് രംഗവേദിയിൽ ചിലങ്ക കിട്ടുന്നത്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ പ്രീ ഡിഗ്രിക്ക് പോയി. പക്ഷെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നൃത്തത്തോടുള്ള ഭയങ്കരമായ അഭിനിവേശം കാരണമുണ്ട് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നൃത്തം ICU എടുക്കാൻ വേണ്ടിയിട്ട് RLV കോളേജിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് തൃപ്പൂണിത്തുറ RLV കോളേജിൽ ഭരതനാട്യത്തിനാണ് അപേക്ഷിച്ചത്. പക്ഷെ അതിനൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ അവിടെ ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക്, മോഹിനിയാട്ടത്തിൻ്റെ വേക്കൻറ്റിലേക്ക് നമ്മൾ അപേക്ഷിക്കുകയും അത് സീറ്റ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അതിൽ അഡ്മിഷൻ വാങ്ങിച്ച് നമ്മൾ തുറന്ന് പഠിക്കുകയും അങ്ങനെയാണ് ആദ്യമായിട്ടൊരു മോഹിനിയാട്ട ക്ലാസ്സുകളിൽ പോയി നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് മോഹിനിയാട്ടത്തിലെ ഡിപ്ലോമ 4 വർഷത്തെ. പിന്നെ അപ്പോഴേക്കും അത് കോളേജിലേക്ക് അഫിലിയേഷൻ കിട്ടിയപ്പോൾ ഡിഗ്രി കോഴ്സാക്കി. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ബാച്ച്, കേരളത്തിലെ തന്നെ ഫസ്റ്റ് ബാച്ച് മോഹിനിയാട്ടത്തിൽ PG, അതിൽ 1ാം റാങ്കോടുകൂടി പാസ്സായി. അങ്ങനെയാണ് ഒരു പ്രൊഫഷൻ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പം ഈ കുട്ടിക്കാലം മുതൽ നമുക്ക് ആ ഒരു ഇഷ്ടമാണ്, ഒരു ജന്മസിദ്ധമായി നമുക്ക് വന്ന ആ ഒരു ഇഷ്ടത്തിനെ കൈവിടാതെ നമ്മൾ കൊണ്ടു നടന്ന് ആ ഇഷ്ടത്തിനൊപ്പം പ്രവർത്തിച്ച് ആ ഒരു മേഖല, അതായത് നമുക്കിപ്പം ഇപ്പോൾ സ്കൂൾ കലോത്സവ വേദികളായാലും പ്രൊഫഷണൽ രംഗത്ത് ഇപ്പം അന്നൊന്നും നമുക്ക് ഒരു TV കാണാനുള്ള ഒരു TV പോലും ഇല്ല. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ TV-യിൽ നൃത്തമണ്ഡപം പരിപാടികളൊക്കെ കാണുമ്പോൾ നമ്മളത് കാണുകയും അതിനോടൊരു ഇഷ്ടം, അതുപോലെ നമുക്ക് കളിക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിട്ടാണ്. അപ്പോൾ ആരാണ് ലെജൻഡേഴ്സ് എന്ന് പേര് പോലും നമുക്ക് പറയാനറിയില്ല, പക്ഷേ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ കാണും. അതുപോലെ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പിന്നീട് ആ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുകയും പഠിക്കുകയും പ്രൊഫഷൻ രംഗത്ത് ഡിപ്ലോമ എടുത്തു. അതിനുശേഷം കേരള കലാമണ്ഡലത്തിൽ നിന്ന് MPhil വിത്ത് PhD ബിരുദം നേടിയത്. അപ്പം അങ്ങനെ ഒരു പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ്. കുട്ടിക്കാലം തുടങ്ങി വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ നേടിയത് അങ്ങനെയാണ് നൃത്തരംഗത്ത്. ഈ ഒരു യാത്രയിൽ ഏറ്റവും ബാക്ക് ബോൺ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മണിച്ചേട്ടൻ തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ ആ ഒരു സപ്പോർട്ടിനെയൊക്കെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ചേട്ടൻ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചേട്ടൻ സ്വന്തം കഴിവ്, ഇപ്പം മിമിക്രി ഒരു പഠന കലാരൂപം എന്നുള്ള രീതിയിലൊന്നും അന്നത്തെ, ഇപ്പം ഇന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അന്നൊന്നും മിമിക്രി ഒന്നും പഠിപ്പിക്കില്ല. ചേട്ടൻ അതൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുക മാത്രമല്ല, സാധാരണ മിമിക്രിക്കാരിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ വേദിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ചേട്ടൻ ചെയ്യുന്ന ഓരോ ഇനങ്ങളും സാധാരണ രീതിയിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ട ഇനങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ബെൻ ജോൺസൺ, നമുക്കറിയാം ഈ അത്ലറ്റ്സിലൊക്കെ ആൾക്ക് ഭയങ്കര ഒരു ആരാധനയുള്ള ആളായിരുന്നു ബെൻ ജോൺസനോട്. അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഒട്ടുമിക്ക വണ്ടികൾക്കും ബെൻ 100 എന്നാണ് ആളുടെ. അപ്പോൾ ബെൻ ജോൺസൻ്റെ നമ്പർ 100 ആയിരിക്കും ആ ഒരു സ്പോർട്സ്. അപ്പം TV-യിൽ ഇത് കണ്ടിട്ട് അപ്പോൾ ഇതിങ്ങനെ സ്ലോ മോഷനിലൊക്കെ പോകുന്ന രംഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വേദിയിൽ പിന്നെ അവതരിപ്പിക്കുക. അതുപോലെ ജുറാസിക് വേൾഡ്, ആ ഒരു ജുറാസിക് എന്ന് പറഞ്ഞ ആ ഒരു ജീവിനെ, അതിൻ്റെ ആക്ഷൻസ് അഭിനയിക്കുക, ആന നടന്നു പോകുന്നത്, ഒട്ടകം,
പിന്നെ എലിയുടെ ഒരു എക്സ്പ്രഷൻ, എലി പ്രാർത്ഥിക്കുന്ന പോലത്തെ എക്സ്പ്രഷൻസ്, പിന്നെ പ്രാസങ്ങൾ, ഓരോ പ്രാസങ്ങൾക്കനുസരിച്ച് പാട്ടിൻ്റെ വരികൾ ചേർക്കുക, സംസാര ശൈലി, അങ്ങനെ അതിനേക്കാളും ഉപരിയൊക്കെ ഏറ്റവും ഹിറ്റായതൊരു കള്ളുകൂടിയൻ. അതായത് പിന്നെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കള്ളുകൂടിയനായിട്ട് ഈ കലാഭവനിലെ പരിപാടി തടസ്സപ്പെടുത്താൻ വരുന്ന രീതിയിലുള്ളൊരു കള്ളുകൂടിയനായിട്ട് അതൊരുപാട് ചേട്ടന് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ട് സ്വന്തം കഴിവനുസരിച്ച് ഉയർന്നു വന്നൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമുക്കും അതൊരു മോട്ടിവേഷനായിരുന്നു. എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ്, എൻ്റെ കഷ്ടപ്പാട് എങ്ങനെയാണ്, അത് ഏത് മാതൃകയിലാണ് ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ ഒരു കലയിൽ കൊണ്ടുവരാം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഒരു ഗുരു എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കലാകാരൻ. പിന്നെ അദ്ദേഹം അത്രയും കഷ്ടപ്പാട് കഴിച്ച് വന്നു. അപ്പം നമുക്കറിയാം മനുഷ്യരുടെ നന്നായി പാടാൻ കഴിവുള്ള ആളാണ്, നല്ല താളബോധമുണ്ട് ഉള്ളിൽ. അപ്പം അതൊന്നും ആൾക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുജനായിട്ട് വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു. കാരണം ഞാനും ഒരു കലാരംഗം തിരഞ്ഞെടുക്കുമ്പം ചേട്ടനുണ്ടായിട്ടുള്ള ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ അത് എനിക്ക് ഇനി നേരിടേണ്ടി വരും എന്നൊരു ഭയം കൊണ്ട് അങ്ങനെ വല്ലതായിട്ടൊന്നും എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞത്. കല തിരഞ്ഞെടുത്താൽ നമ്മൾ ഇങ്ങനെ ജീവിക്കും എന്നുള്ളത് കൊണ്ട്, നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ കലയിലെ കഷ്ടപ്പാട് ഓർത്തിട്ട് അങ്ങനെ പിന്നെ നമ്മൾ പോയപ്പോൾ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ കലാഭവനിലൂടെ വന്ന് സിനിമാ രംഗത്തേക്കൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് എല്ലാ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പഠന കാര്യങ്ങൾക്കും എല്ലാം നല്ലൊരു ബാക്ക് ബോണായിട്ട് തന്നെ ചേട്ടൻ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു. അപ്പം നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യണം. അപ്പം ചേട്ടനായാലോ അമ്മയ്ക്കായാലോ അച്ഛനായാലോ ഒന്നും നമുക്കൊന്നും പറഞ്ഞു തരും ഏത് കോഴ്സ് എടുക്കണം, എവിടെ പഠിക്കണം, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല കോഴ്സ് ഇന്ന സ്ഥലത്തുണ്ട്, അതൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. നമ്മൾ പറയുകയാണ് ഇന്ന സ്ഥലത്ത് എനിക്ക് പഠിക്കാൻ പോകണം എന്ന് പറയുമ്പം അതിന് വേണ്ട സാഹചര്യങ്ങൾ വീട്ടിൽ നിന്ന് അച്ഛനായാലും അമ്മയായാലും, ഒപ്പം ചേട്ടൻ വളർന്നു വലുതായപ്പോൾ ചേട്ടൻ്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ട് ഒരു വിഷയമായിട്ട് എടുക്കണോ, നിനക്ക് വിദേശത്തേക്കൊക്കെ പോയി ജോലി ചെയ്ത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാം, നല്ലൊരു ജോലി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത്, പക്ഷേ എനിക്ക് നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക ആളുകളും സിസ്റ്റേഴ്സായാലും എല്ലാവരും പാട്ടൊക്കെ പാടും. അപ്പോൾ നിറയെ കലാകാരന്മാരുള്ള ഒരു കുടുംബത്തിൽ കലയിലൊരു ഡോക്ടറേറ്റ് നേടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, PhD ചെയ്യണം നൃത്തത്തിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴാണ് കലാമണ്ഡലം അന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേഷൻ ലഭിക്കുകയും 2007 MPhil വിത്ത് PhD കോഴ്സിന് നമ്മൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും സഹായങ്ങളും ചെയ്യുകയും, ഇപ്പം നമ്മൾ MA റാങ്കോടുകൂടി പാസ്സായപ്പോഴും എല്ലാ പഠനങ്ങളുടെ റിസൾട്ടുകൾ മുഴുവനും ചേട്ടനെ കൊണ്ട് കാണിക്കുമ്പം വലിയ സന്തോഷമായിരുന്നു. അത് നമ്മളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമായിട്ട് MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കോളേജ് ആദ്യമായിട്ടാണ് MG യൂണിവേഴ്സിറ്റിയിൽ 2001-2002 കാലഘട്ടത്തിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ അതിന് മത്സരിക്കാൻ പോകാൻ വേണ്ടി ചേട്ടൻ്റെ സഹായങ്ങളും എല്ലാം കൊണ്ടാണ് അതിന് മത്സരിക്കാൻ പോകാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടിക്കാലത്ത് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചേട്ടന് ചെയ്യാൻ പറ്റാതിരുന്ന പല സാഹചര്യങ്ങളും എനിക്ക് ചേട്ടൻ്റെ സഹായം കൊണ്ട് തന്നെ എനിക്ക് നേടിയെടുക്കാനായിട്ട് അത് വളരെ അത് ചേട്ടന് പറ്റാത്ത ഒന്നായിരുന്നു. അതെന്നിലൂടെ അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിലെ ഉന്നത വിജയം തന്നെ നേടണം എന്നുള്ളത് കൊണ്ടുള്ളൊരു ശക്തമായൊരു വാശിയും അതുപോലെ തന്നെ നമ്മളൊരു എയിമും ഇത് രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പോയ പാതയിലൂടെയൊക്കെ നമുക്ക് വിജയം നേടാൻ സാധിച്ചു. അത് ചേട്ടൻ്റെ മുമ്പിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ചേട്ടന് വേണ്ടി അത് കൊണ്ടുകൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. വിഷമം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു PhD ഡോക്ടറേറ്റ് ബിരുദം നേടുക. അത് കാണാനായിട്ട് ചേട്ടനുണ്ടായില്ല. അപ്പോഴേക്കും ദൈവത്തിൻ്റെ വിധി എന്ന് പറയാം നമുക്ക്. അപ്പോൾ ആ PhD ബിരുദം മാത്രം എനിക്ക് ചേട്ടനെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ബാക്കിയെല്ലാം ചേട്ടൻ്റെ പ്രോത്സാഹനം കൊണ്ട് പഠിക്കുകയും എല്ലാം ഉന്നത വിജയത്തോടു കൂടി തന്നെ ചേട്ടൻ്റെ മുമ്പിൽ ആ സർട്ടിഫിക്കറ്റ്സൊക്കെ കാണിക്കാനും ആ വിജയങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചു. ഇപ്പോഴും എൻ്റെ വാട്സപ്പിലെ DP ചേട്ടന് ഒരു ലഡ്ഡു കൊടുക്കുന്നതാണ്. അത് ഇതുപോലെയുള്ള ഓരോ വിജയങ്ങൾ കിട്ടുമ്പോൾ ചേട്ടനുമായിട്ടുള്ള സന്തോഷം പങ്കുവെച്ചതിൻ്റെയാണ്. അപ്പം അത്രയധികം സന്തോഷം, കാരണം തനിക്ക് നേടാൻ കഴിയാത്തത് മറ്റൊരാൾ നേടുമ്പോൾ, പ്രത്യേകിച്ച് സ്വന്തം അനുജൻ നേടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം വളരെ വലുതായിരുന്നു.
വലിയൊരു വിജയങ്ങൾക്കിടയിൽ പോലും ഒരുപാട് സ്ട്രഗിൾസ് സാറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പറയും, വാദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമൂഹം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു, ഒരുപാട് മാറ്റങ്ങൾ ചിന്താഗതിയിൽ ഉൾപ്പെടെ വന്നു എന്ന് പറയുമ്പോഴും ഈ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച ആ ഒരു സംഭവം ഉൾപ്പെടെ, ആ ഒരു പ്രസ്താവനകൾ ഉൾപ്പെടെ ഒരു മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ് സമൂഹം എവിടെയാണ് പുരോഗമിച്ചത് എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ സാർ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനോടുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിൽക്കുന്ന ഒരു നൃത്ത കലാകാരനാണ്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഒരു ആരംഭകാലം മുതൽക്കേ ഒരു നമുക്ക് വിവേചനങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും നേരിട്ടിരുന്നു. എന്തിനാണ് മോഹിനിയാട്ടം ആണുങ്ങൾ പഠിക്കുന്നത് എന്നുള്ളൊരു വിമർശനം. ഈ വിമർശനം തന്നെയാണ് എന്നെ ഒരു ഗവേഷണ തലത്തിൽ ഈ ഒരു വിഷയത്തെ എനിക്ക് നോക്കിക്കാണാൻ സാധിച്ചത്. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു രംഗത്ത് നിൽക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സമൂഹം തന്നെയാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ കലാസാംസ്കാരിക രംഗത്തെ നിലകൊള്ളുന്ന ചില പാരമ്പര്യവാദികൾ. ചിലവരെ ഉദ്ദേശിക്കുന്നുള്ളൂ, എല്ലാവരെയും അല്ല. കാരണം നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരുപാട് ഇപ്പം നമ്മളെല്ലാവരും പറയും സവർണ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നൃത്തം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കിത് പറയുമ്പോൾ ചില വ്യക്തികളുടെ ഉള്ളിലാണ് ഇത്തരം ആശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. സമൂഹത്തിലെ മൊത്തം ജനങ്ങളിലല്ല. അത് നമുക്കിപ്പോൾ ഈ ഒരു വിഷയത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു സമൂഹം മൊത്തം നമുക്ക് ഈ ഒരു വിഷയത്തെ എത്രമാത്രം നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു വിഷയത്തോടു കൂടി മനസ്സിലാക്കിയതാണ്. പക്ഷേ എങ്കിലും സമൂഹത്തിലെ ആരുടെയൊക്കെയോ ഉള്ളിൽ ഇത്തരത്തിലൊരു ഫ്യൂഡൽ ചിന്താഗതി കിടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രധാനമായിട്ടും ഈ മോഹിനിയാട്ടം എന്നുള്ളൊരു പേരാണ്. ഇത് 1930കളിൽ വള്ളത്തോള് ഈ കലാരൂപം, നമുക്കറിയാം മോഹിനിമാരുടെ ആട്ടമാണ് മോഹിനിയാട്ടം എന്നുള്ളത് കൊണ്ട് ഈ കലാരൂപം വളരെയധികം അധപതിച്ചു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം സ്വാതിരുന്നാളിലെ കാലഘട്ടത്തിന് ശേഷം ഇതിനെ മോഹിനിയാട്ടത്തെ ഒരു സ്ത്രീ ശരീരത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പ്രകടന രീതികളായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ നിലനിന്നിരുന്നത്. അപ്പോൾ സ്ത്രീ നൃത്തം എന്നതിലപ്പുറം സ്ത്രീ ശരീരത്തെ ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു എല്ലാ നൃത്തരൂപങ്ങളും ഉണ്ടായിരുന്നു. നവോത്ഥാന കാലഘട്ടങ്ങളായപ്പോഴത്തേക്കും അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഭാരതത്തിലെ മറ്റെല്ലാ ക്ലാസിക്കൽ ഡാൻസ് ഫോമുകളും ചെയ്തിരുന്നത് സ്ത്രീകൾ തന്നെയായിരുന്നു. അധ്യാപകർ, ഗുരുക്കന്മാർ എന്ന് പറയുന്നത് പുരുഷന്മാരായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാലാന്തരത്തിൽ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം മാറ്റങ്ങൾ വരികയും രംഗവേദിയിലേക്ക് സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കേരളത്തിലെ മോഹിനിയാട്ടം ഇത്രയധികം അധപതിച്ചു പോവുകയും അതിനെ പുനരുജ്ജീവിപ്പിച്ച മഹാകവി വള്ളത്തോള് നാരായണമേനോൻ 1930കളിൽ. അപ്പോൾ അദ്ദേഹം ഈ കലാരൂപത്തെ, എന്തുകൊണ്ട് ഈ കലാരൂപം അധപതിച്ചു പോകാനുള്ള കാരണം തീർച്ചയായിട്ടും സ്ത്രീ സൗന്ദര്യ ചൂഷണം, ആ ചൂഷണത്തിനനുസരിച്ചുള്ള നൃത്ത സങ്കേതങ്ങൾ മോഹിനിയാട്ടത്തിൽ നിലനിന്നിരുന്നു. അത്തരം നൃത്തരൂപങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ നൃത്തരൂപം അധപതിച്ചു പോയെന്നുള്ള ചിന്ത നമ്മുടെ മഹാകവി വള്ളത്തോളിന് ഉണ്ടാവുകയും ഈ നൃത്തരൂപത്തിലെ ഈ അശ്ലീലതകളെ പാടെ തുടച്ചു മാറ്റിക്കൊണ്ട് ഈ നൃത്തരൂപത്തിന് മോഹിനിയാട്ടം എന്നുള്ള പേര് ചേരില്ല എന്ന് പറയുകയും അദ്ദേഹം മോഹിനിയാട്ടത്തിന് കൈരളി നൃത്തം എന്നൊരു പേര് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇത് വളരെ പരിഹരിക്കപ്പെട്ടൊരു വിഷയമായിരുന്നു. എന്നാൽ ഇതിനെ മോഹിനിമാരുടെ ആട്ടമായി കാണാൻ തന്നെയായിരുന്നു ആ കാലഘട്ടങ്ങളിലെ ഇപ്പോൾ വള്ളത്തോൾ നാരായണമേനോൻ എന്ന് പറയുന്നൊരു വ്യക്തി മാത്രം മുൻകൈ എടുത്തതുകൊണ്ട് കാര്യമില്ല. ആ ഒരു കാലഘട്ടത്തിലെ ചിന്താഗതി അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. അപ്പം ഇത്തരം മോഹിനിയാട്ടത്തിലെ ചില ചരിത്രവശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് മോഹിനിമാരുടെ ആട്ടമായിട്ട് കാണുന്ന ചില പുരോഗമന ചിന്താഗതിക്കാർ എന്ന് വിളിക്കുകയും, എന്നാൽ പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു കലാരൂപത്തെ സ്ത്രീ ശരീരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൂട്ടുന്ന രീതിയിലുള്ള ആശയങ്ങൾ സമൂഹത്തിലേക്ക്, തെറ്റായ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞത്. ചരിത്രം വളരെ വ്യക്തമായി ഒരു കാലഘട്ടത്തിലെ നവോത്ഥാന നായകൻ ഇത്രയും മുൻവിധിയോടുകൂടി ഒരു കലാരൂപത്തിൻ്റെ പേര് മാറ്റുകയും ആ കലാരൂപത്തിൻ്റെ സാങ്കേതിക ഘടനകളെ മാറ്റുകയും ചെയ്തിട്ട് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ സംസ്കാരം വളർന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാകവിയുടെ മനസ്സിനെ എതിർക്കുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിനൊരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇത്തരം സാങ്കേതിക വശങ്ങളെ, മോഹിനിയാട്ടത്തിൻ്റെ സാങ്കേതിക വശങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് സ്ത്രീ സൗന്ദര്യമാണ് അല്ലെങ്കിൽ നിറമാണ് നൃത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വളച്ചൊടിക്കുന്ന ആധുനിക കാലഘട്ടത്തെ ഇത്തരം ചിന്താഗതിയെ നമുക്ക് വച്ച് പൊറിപ്പിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ കലാകാരന്മാർ കലാപകാരികളാകേണ്ടി വരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കാൻ പറ്റുന്നൊരു മനസ്സുള്ളൊരു കലാകാരനല്ല. നമുക്കറിയാം, ഒരു കല പ്രകടനം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിലും ഒരു കലാകാരൻ്റെ മനസ്സ് അത്രമാത്രം ശാന്തമായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു പ്രത്യേക സമയം കണ്ടെത്തി സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കേണ്ടത്. ആ സമയം നമ്മൾ കോടതികളും വക്കീലന്മാരും എല്ലാമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ ജീവിതത്തിലുള്ളത്. അല്ലെങ്കിൽ അടിക്കടി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ഇപ്പം സംഗീത അക്കാദമിയിൽ ഇതുപോലെ തന്നെ മോഹിനിയാട്ടത്തിൻ്റെ അവസരം നിഷേധിച്ചപ്പോൾ അവിടെയും നമുക്ക് ശബ്ദം ഉയർത്തേണ്ടി വന്നു. അവിടെയൊക്കെ നമ്മളെ ഒരു കള്ളൻ എന്ന രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ നമ്മൾ മനസ്സ് ഒരുപാട് നോവുകയും ഒരുപക്ഷെ ആത്മഹത്യാ ശ്രമം വരെ നടത്തുകയും ചെയ്തൊരു കാലഘട്ടം 2019 ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വളർന്ന് വീണ്ടും 2024 എത്തുമ്പോഴാണ് ഈ ഒരു വിഷയം വീണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഇതിനെ നമ്മൾ സംവദിച്ചുകൊണ്ട് ഒരു മാറ്റം സൃഷ്ടിക്കാൻ, ഒരു പക്ഷേ നവോത്ഥാന നായകന്മാർ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളത് ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണ്. കാരണം ഈ ഒരു സാധനത്തിൻ്റെ ഈ പേര് മാറണം, അല്ലെങ്കിൽ ഈ ഒരു ഘടന മാറണം എന്നുള്ളത് ഇന്നും നമ്മൾ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പക്ഷേ ഒരു സമരമോ ഒരു ബഹളമോ കലഹമോ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഞാനെന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. അത് നാളത്തെ ഒരു നൃത്തലോകത്തെ അല്ലെങ്കിൽ നൃത്ത സമൂഹത്തിന്, നൃത്തം അല്ലെങ്കിൽ പ്രൊഫഷനായിട്ട് എടുക്കുന്ന കലാകാരന്മാർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ശബ്ദമുയർത്തുന്നത്. അതല്ലാതെ കേവലം RLV രാമകൃഷ്ണൻ എന്നൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു ഉൾബോധം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയും അത്തരം പ്രതികരണങ്ങൾ നമുക്ക് സമൂഹത്തിൽ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ സമൂഹത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്തരം കാര്യങ്ങളെ നേരിടുന്നത്. അതല്ലാതെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം കറുത്തവരിലും നല്ല കലയുണ്ട്, വെളുത്തവരിലും കലയുണ്ട്. കല നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്, അതിന് നിറമല്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ പാട്ട്, കറുത്തവൻ്റെ ആയാലും വെളുത്തവരുടെ ആയാലും, നന്നായി പാട്ട് പാടുന്ന ഒരു കുട്ടിയുടെ പാട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതുപോലെ നൃത്തം ചെയ്യുന്നവരും അങ്ങനെ തന്നെയാണ്. അതിൽ ഇത്തരം വിവേചനങ്ങളൊന്നും പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് സമൂഹത്തോട് ഉറച്ചു പറയാനുള്ളത്. ഇത് കേവലം ഒരു വ്യക്തിവൈരാഗ്യം മാത്രമായിട്ടല്ല, നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങളായാലും അല്ലെങ്കിൽ സമൂഹത്തിൽ ശബ്ദമുയർത്തുന്നത് നാളത്തെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കല എന്ന് പറയുന്നത് ആണിന് അല്ലെങ്കിൽ പെണ്ണിന് എന്നുള്ളൊരു ഒരു തരംതിരിവിൻ്റെ ആവശ്യമുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ പറഞ്ഞു, ഇപ്പം നൃത്തകലയിലാണ് ഈ ഒരു വിഷയം നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകളായിരുന്നു നൃത്തം ചെയ്തിരുന്നെങ്കിൽ അത് മുഴുവനും ചിട്ട ചെയ്തതും പഠിപ്പിച്ചതും മുഴുവനും പുരുഷന്മാരായിരുന്നു. അതുതന്നെയാണ് മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ. ഈ ചരിത്രവശങ്ങൾ പഠിക്കാത്ത ചില ആളുകളാണ് ഇത്തരം ചിന്തകൾ കൊണ്ടുവരുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടം 1753 മുതൽ 1797 വരെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ കലാരൂപത്തിന് മോഹിനിയാട്ടം എന്നുള്ള പേര് ചൊല്ലി വിളിച്ചതും. ഈ മോഹിനിയാട്ടം എന്ന കലാരൂപം തിരുവിതാംകൂറിലെ നാടകശാലയിൽ പെൺകുട്ടികളെ അഭ്യസിപ്പിച്ചതടക്കം പുരുഷന്മാരാണ്. അയ്യപ്പ പണിക്കർ എന്ന് പറയുന്ന നട്ടുവന് മോഹിനിയാട്ടം കച്ച കെട്ടിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഇത്ര പണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ ആർക്കൈവ്സിൽ കൊടുത്തിട്ടുള്ള രേഖകൾ, തിട്ടൂരങ്ങൾ, നീട്ടുകൾ എന്നൊക്കെ പറയും, തെളിവുകൾ. അത്തരം നീട്ടുകൾ വളരെ കൃത്യമായിട്ട് ഈ മോഹിനിയാട്ടം പഠിപ്പിച്ചിരുന്നത് പുരുഷന്മാരായിരുന്നു. അതെല്ലാം ആർട്ട് ഫോമിൽ അങ്ങനെ തന്നെയായിരുന്നു. ഭരതനാട്യത്തിലായാലും കുച്ചിപ്പുടിയിലായാലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഭാരതത്തിലെ എല്ലാ ക്ലാസിക്കൽ ഡാൻസ് ഫോമിൽ പിന്നീട് രംഗവേദിയിലേക്ക് പുരുഷന്മാരെത്തി. ഇവിടെ നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രം തിരുവിതാംകൂർ കാലഘട്ടത്തിന് ശേഷം അധപതിച്ചു പോവുകയും പിന്നീട് 1930കളിൽ കലാമണ്ഡലത്തിലൂടെ അതിന് പ്രോത്സാഹനം കൊടുത്തപ്പോൾ അവിടെയും പഠിപ്പിക്കാമെന്നത് പുരുഷന്മാരായിരുന്നു.
കലാമണ്ഡലം കളരിയിലെ ആദ്യത്തെ അധ്യാപകനായിരുന്നു കൃഷ്ണപ്പണിക്കരാശാൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളായിട്ടുള്ള ഒ കല്യാണിയമ്മ തുടങ്ങിയിട്ടുള്ള ശിഷ്യഗണങ്ങളിലൂടെ കളമൊഴി കൃഷ്ണമേനോൻ എന്ന് പറയുന്ന നട്ടുവൻ, ഇത്രയും പുരുഷൻ നർത്തകരാണ് അല്ലെങ്കിൽ നട്ടുവരാണ് മോഹിനിയാട്ടത്തെ ഇന്ന് കേരളത്തിൻ്റെ ഒരു കലയായി പരിണമിക്കുന്നതിൽ തിരുനാളം കൊളുത്തി അതിനെ ജീവിപ്പിച്ചു കൊണ്ടുവന്നത് മുഴുവനും പുരുഷന്മാരാണ്. പക്ഷേ ഇവിടെ ഈ പേര് എന്നുള്ളതായിരുന്നു പലവരെയും ഈ നൃത്തരംഗത്ത് പിന്തിരിപ്പിക്കാനുള്ള കാരണം. ആ പേര് നമ്മുടെ മഹാകവി വള്ളത്തോൾ മാറ്റിയിട്ടുണ്ട് 30കളിൽ. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ചില ചിന്താഗതികളാണ് ഇപ്പോഴും സ്ത്രീകളുടെ ശരീരത്തെ കാണുക മോഹിനിയാട്ടത്തിലൂടെ എന്നുള്ള രീതിയിൽ മോഹിനിമാരുടെ ആട്ടമാണ് മോഹിനിയാട്ടം എന്നൊരു കോൺസെപ്റ്റ് വള്ളത്തോളിൻ്റെ ആ ചിന്താഗതിയെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു ചിന്താഗതി ഇപ്പോഴും വളർന്നു വരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാ ക്ലാസിക്കൽ ഡാൻസ് ഫോമിൽ ആണും പെണ്ണും നൃത്തം ചെയ്യുമ്പോൾ, ഇപ്പം നൃത്തത്തിനെ നമ്മൾ പൗരാണികമായിട്ട് അല്ലെങ്കിൽ പറയുമ്പോൾ നൃത്തത്തിൻ്റെ അധിഷ്ഠാന ദേവൻ എന്ന് പറയുന്നത് പരമശിവനാണ്. അതുപോലെ അർദ്ധനാരീശ്വരം സങ്കല്പത്തിൽ പാർവതീദേവി, താണ്ഡവത്തിൻ്റെയും ലാസ്യത്തിൻ്റെയും കൂടിച്ചേരലാണ് നൃത്തം എന്ന് പറയുന്നത്. അപ്പം അതിലാണുണ്ട് പെണ്ണുണ്ട്. എല്ലാ നൃത്തരൂപങ്ങളിലും അങ്ങനെ തന്നെയാണ്, എല്ലാ കലാരൂപങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതിലാണും പെണ്ണും ചേർന്നാൽ മാത്രമാണ് അതിന് ഒരു ആസ്വാദ്യത വരുള്ളൂ. കാരണം ഭരതമുനി നാട്യശാസ്ത്രം നാട്യശാസ്ത്രത്തിൽ നാട്യം അവതരിപ്പിച്ചപ്പോൾ അത് കണ്ട പരമശിവനും അല്ലെങ്കിൽ അതൊക്കെ നാട്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇതിൽ പുരുഷന്മാർ മാത്രമുള്ളൂ, അതുകൊണ്ട് സ്ത്രീകൾ കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് കൂടി പ്രവേശം കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് ലോകവൃത്താനുകരണം നാട്യം, ലോകത്തിൻ്റെ അനുകരണമാണ് നാട്യം എന്നുള്ളത്. സ്ത്രീകൾ കൂടി ഈ നാട്യത്തിൽ പ്രവൃത്തിയിൽ ചേർന്നാൽ മാത്രമേ നാട്യം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് കൂടി പ്രവേശനം കൊടുത്തതിന് ശേഷമാണ് നാട്യം പൂർണ്ണമായത്. അതുപോലെ തന്നെയാണ് നൃത്തവും എന്ന് പറയുന്നത്. എല്ലാ നാട്യത്തിലായാലും നൃത്തത്തിലായാലും സ്ത്രീ പുരുഷ അനുപാതം എന്നുള്ളത് എല്ലാ ക്ലാസിക്കൽ ഡാൻസ് ഫോമുകളിലും വന്നു കഴിഞ്ഞു. മോഹിനിയാട്ടത്തിലെ ഈ പൂർവ്വകാല ചിന്താഗതികൾ, ചില പഴമക്കാരുടെ ഉള്ളിലെ ചിന്തകളാണ് ഇപ്പോഴും ഈ വിവേചനത്തിന് കാരണമായി നിൽക്കുന്നത്. അത് പാടില്ല എന്ന് തന്നെയാണ് ആധുനിക സമൂഹം. ഇന്നിപ്പോൾ കലയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ശാസ്ത്രീയപരമായിട്ട് ചിന്താഗതിയും ഒരുപാട് പുതിയ പഠനങ്ങൾ പല മേഖലകളിൽ നിന്നും കേരളത്തിനകത്തും പുറത്തും മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ വരെ പലവരും പഠിപ്പിച്ച് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അവരുടെയൊക്കെ ചിന്താഗതികൾ ഇത്തരമൊരു വിവേചനത്തെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുതന്നെയാണ് ആധുനിക സമൂഹം ചിന്തിക്കുന്നത്. അവിടെയും ചില ഈ പഴയ പാരമ്പര്യവാദികളാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. ഇത്തരം വിവേചനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പുതിയതായിട്ട് ഈ മോഹിനിയാട്ടം അല്ലെങ്കിൽ പല കലകളിലേക്കും എത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു ജനറേഷനിൽ പെട്ടവരും ഒരു പിൻവലിയൽ നടത്തുന്നുണ്ട്. ഇത്തരം സാധ്യതകൾ നമുക്കും സംഭവിക്കാം ഇത്തരം കാര്യങ്ങൾ എന്നതുകൊണ്ട് പിൻവാങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു ഇൻസ്പിറേഷനാണ് ഇത്ര സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടുള്ള സാറിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അവരോടായിട്ട് ഈ പറഞ്ഞതുപോലെ പാരമ്പര്യവാദികളോട് നമ്മൾ എന്ത് പറഞ്ഞാലും മാറ്റങ്ങൾ സംഭവിക്കില്ല. അപ്പം മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ജനറേഷനാണ്. അപ്പോൾ അവരോടായിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? ഈ ഒരു പ്രശ്നത്തിന് ശേഷം പലയിടങ്ങളിലും കൊച്ചുകുട്ടികളാണ് നിരാശപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ മെച്ചൂർഡായിട്ടുള്ള ആൾക്കാർക്കും അത്രയും അവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ചെറിയ കുട്ടികൾ ചോദിക്കുകയാണ്, ഇപ്പം ഞങ്ങൾ ഡാൻസ് പഠിച്ചാൽ പിന്നെ നന്നായിരിക്കുമോ, കറുത്തവരായതുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ കുട്ടികളിൽ ഒരു വിഷാംശം പോലെ വന്നു ചേർന്നിട്ടുണ്ടെന്നാണ് ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു കാര്യം. അത് 2-3 സ്ഥലങ്ങളിൽ കുട്ടികളുടെ പരിപാടി ഉദ്ഘാടനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയപ്പോഴാണ് അത്തരം ചോദ്യങ്ങൾ കുഞ്ഞുമക്കളുടെ ഇടയിൽ നിന്നുണ്ടായത്. വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നൃത്തം ഒരു പാഷനായിട്ട് എടുത്തുള്ള ആളുകൾ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം മോഹിനിയാട്ട രംഗത്ത് പുരുഷന്മാരുടെ എണ്ണം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെർഫോമൻസിൻ്റെ രംഗത്തേക്കായാലും ഒരുപാട് ആളുകൾ മോഹിനിയാട്ടം പഠിക്കുകയും അത് ആൺവേഷത്തിൽ തന്നെ, പെൺവേഷത്തിൽ ചെയ്യുന്നവരുമുണ്ട്, എന്നാൽ ആൺവേഷത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും നൃത്തത്തെ പാഷനായിട്ട് എടുക്കേണ്ടത് അത് അവരുടെ ഇഷ്ടമാണ്. ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ചില സാങ്കേതിക വശങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പുരുഷന്മാർ ചിലപ്പോൾ ഒരു പക്ഷെ കുറഞ്ഞെന്ന് വരാം. ഇത് സ്ത്രീകൾ ധാരാളം വരുന്നുണ്ട്. അതിനിപ്പോൾ ഒരു നിറമോ വർണ്ണമോ വർഗമോ ഒന്നും അവർ വിചാരിക്കുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കല പഠിക്കുന്നു. അതുപോലെ പുരുഷന്മാർ നേരത്തേക്കാളും കൂടുതൽ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ശില്പശാല വെച്ചാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ ധാരാളം പുരുഷന്മാരാണ് വന്ന് പഠിക്കുന്നത്. കാരണം അവരാണ് അടുത്ത തലമുറയെ, ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലവർ ജീവിതകാലം മുഴുവനും ഒരു സബരിയായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ചിലവർ വിവാഹവും കുടുംബജീവിതവും ഒക്കെ ആയിട്ട് വരുമ്പം ഒരു പക്ഷേ ഈ ഫീൽഡിൽ നിന്ന് വിട്ടുപോയവരും ഉണ്ട്.
എന്നാൽ തുടർന്ന് പോകുന്നവരുമുണ്ട്. എങ്കിലും ഭൂരിഭാഗം പുരുഷ നർത്തകർ ഇതിനൊരു ജീവിത സബരിയായിട്ട് കൊണ്ടുപോവുകയും അപ്പോൾ അവർക്കൊക്കെ മോഹിനിയാട്ടം പഠിക്കാനും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മോഹിനിയാട്ടം കേരളീയ കലയുടെ ഒരു ശുദ്ധമായ കല പഠിക്കാനും അതിൻ്റെ ഒരു പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കാനും ഒരുപാട് പുരുഷ നർത്തകർ ഇത്തരത്തിലുള്ള സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലൊക്കെ വന്ന് മോഹിനിയാട്ടം പഠിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും വർഷങ്ങളിൽ മോഹിനിയാട്ടത്തിലെ പുരുഷ നർത്തകരുടെ എണ്ണം കൂടുക തന്നെയുള്ളൂ, അതൊട്ടും കുറയുകയില്ല. അപ്പം കുഞ്ഞു മക്കളിലാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ, ഒരു വിഷമം അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു ധാരണ വന്നിട്ടുള്ളത്. മെച്ചോർഡായിട്ട് വരുന്ന ആൾക്കാർ അതിനെ ആ രീതിയിൽ കാണുകയും അല്ലെങ്കിൽ അതിനൊരു പാഷനായിട്ട് പ്രൊഫഷനായിട്ട് എടുക്കുന്നവർ ആ രീതിയിൽ തന്നെ സീരിയസ് ആയിട്ട് കണ്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ സർ, അപ്പോൾ സാറിൻ്റെ ഈ ഒരു കലാജീവിതത്തിൽ ഏറ്റവും ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ സാർ ഒരിക്കലും മറക്കില്ലാത്ത ഒരു അനുഭവം ഉണ്ടാവുമല്ലോ, അതെന്താണ്? തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താ പറയുക, മോഹിനിയാട്ട വേദികളിൽ നിന്ന് ഓരോ വേദികളിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് പോകുന്നതും എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഓരോ വേദികളും നമുക്ക് പുതിയ പാഠങ്ങളാണ്. അപ്പം മോഹിനിയാട്ട വേദി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾക്ക് ഒരു TV ഷോയിലൂടെ അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിൽ ലെജൻഡേഴ്സ് ആരാണ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ മോഹിനിയാട്ടത്തിലേക്ക് വരികയും പഠിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായി മാറുമ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ കൂടി ഒരു മാറ്റമായിട്ട് വരികയാണ്. കാരണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള പുരുഷന്മാർക്ക് പുരുഷവേഷത്തിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയിലാണ് മോഹിനിയാട്ടത്തിൽ PhD ബിരുദം കരസ്ഥമായത്. ഇപ്പോൾ ഡോക്ടർ NK ഗീത എന്ന് പറയുന്ന ടീച്ചറുടെ കീഴിലാണ് ഞാൻ PhD ചെയ്തപ്പം മോഹിനിയാട്ടത്തിൽ ആദ്യമായിട്ടൊരു പുരുഷന് ഡോക്ടറേറ്റ് നേടുക അല്ലെങ്കിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടുക എന്നുള്ള സന്തോഷം ഏറ്റവും വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ മോഹിനിയാട്ട രംഗത്ത് തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സമരങ്ങളായാലും അല്ലെങ്കിൽ നമ്മൾ ഉള്ള തുറന്നു പറച്ചിലുകളൊക്കെ സമൂഹം അതിനെ നല്ലതെന്ന രീതിയിൽ അംഗീകരിക്കുകയും അവസാനം ഇപ്പം കേരള കലാമണ്ഡലത്തിൽ വരെ ഇപ്പം മോഹിനിയാട്ടം അവിടെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. ആ ഒരു കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം നൃത്താവതരണം ചെയ്യാൻ പറ്റി. ഒപ്പം കേരള കലാമണ്ഡലത്തിൽ നൃത്ത വിഭാഗത്തിൽ പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിരുന്നില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് അവിടെയും ആൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു തീരുമാനം, ഒരു ചരിത്രപരമായ തീരുമാനം ഉണ്ടായി. അപ്പോൾ ഇത്തരം ചരിത്ര തീരുമാനങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഈ മോഹിനിയാട്ട ചരിത്ര പഠനം ഉപകരിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സംവാദം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടാക്കാൻ, കേരളത്തിൽ ചർച്ച ഉണ്ടാക്കുന്ന കലാസാംസ്കാരിക രംഗത്ത് മോഹിനിയാട്ട രംഗത്ത് ഒരു ചർച്ച ഉണ്ടാക്കാൻ സാധിക്കുകയും കലാസാംസ്കാരിക രംഗത്ത് ഒരുപാട് ആളുകളുടെ പിന്തുണ നമുക്ക് നേടാൻ സാധിച്ചത് അത് മോഹിനിയാട്ട നർത്തകൻ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷങ്ങൾ തരുന്ന കാര്യമാണ്. അത് നമുക്ക് തുടർന്നും എന്താ പറയുക, മരണം വരെ മോഹിനിയാട്ടം ചെയ്തുകൊണ്ട് ഒരു നൃത്ത കലാകാരനായിട്ട് മോഹിനിയാട്ട നർത്തകനായിട്ട് ജീവിച്ചു പോവുക എന്നുള്ളൊരു പ്രചോദനം നമുക്ക് ഉണ്ടാവുന്നു. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സന്തോഷവും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്.